പ്രിയമുള്ളവരെ, ജൂൺ 15 ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈ ആഴ്ചയിലെ തിരുവചന ഭാഗത്തിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ഐക്യത്തിന്റെ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ സഭാമാതാവ് നമ്മോട് അരുളി ചെയ്യും. ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിത്തറയാണ് പരിശുദ്ധ ത്രിത്വം പ്രതിനിധാനം ചെയ്യുന്ന ഐക്യവും കൂട്ടായ്മയും. ക്രൈസ്തവന്റെ നിലനിൽപ്പിന്റെ അനന്യതയാണ് പരിശുദ്ധ ത്രിത്വത്തിലെ കൂട്ടായ്മ. ഈ ഞായറാഴ്ച തിരുക്രമങ്ങളിൽ പങ്കുചേരുമ്പോൾ, തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തിലെ ഐക്യവും പരസ്പര സ്നേഹവും പരസ്പര ധാരണയും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക്, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ഈ ഐക്യത്തിന്റെ ചൈതന്യം അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച നമ്മൾ ശ്രവിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. പിതാവിന്റെ തിരുഹിതത്തിന് പരിപൂർണമായും വിധേയപ്പെടുന്ന പുത്രൻ, പിതാവിൽ നിന്ന് പുത്രനെന്നും ദൈവസ്വരം ശ്രവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന പരിശുദ്ധാത്മാവ്, വലിയ സ്നേഹത്തിന്റെ, വലിയ ധാരണയുടെ, വലിയ ഐക്യത്തിന്റെ മഹനീയമായ മാതൃക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായത്തിൽ എഫേസൂസിൽ സഭ സ്ഥാപിച്ചു അവർക്ക് വിശ്വാസ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നുകൊടുത്ത് അവർ വിശ്വാസത്തിന് ആഴപ്പെട്ടു, പക്വത പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരിൽ നിന്ന് വേർപിരിയുന്ന സമയമാണ്. തന്റെ വിടവാങ്ങൽ പ്രസംഗമാണ് എഫേസൂസുകാരുടെ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ശ്രവിക്കുന്നത്. അവിടെ വചനത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ആത്മീയ സമരം. എഫേസൂസുകാരുടെ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങൾ. അവിടെ അപ്പോസ്തലൻ സഭാമക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഒരു ആത്മീയ സമരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, ഈ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കരുതലോടെ, ജാഗ്രതയോടെ ഇരിക്കും. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നു, ഈ ആത്മീയ സമരത്തിൽ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളോട് ചെറുത്തു തോൽപ്പിക്കുവാൻ നിങ്ങൾ മുൻകരുതലുള്ളവരായിരിക്കണം, സന്നാഹങ്ങളുള്ളവരായിരിക്കണം. അദ്ദേഹം പറയുന്നു, നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കുവിൻ, നീതിയുടെ കവചം ധരിക്കുവിൻ, സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിയുവിൻ, ശത്രുവിന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് വിശ്വാസമാകുന്ന പരിചയെടുക്കുവിൻ, രക്ഷയുടെ പടത്തൊപ്പി അണയുവിൻ, ദൈവവചനമാകുന്ന വാളെടുക്കുവിൻ. ഈ 6 കാര്യങ്ങളാണ് യുദ്ധമുഖത്തേക്ക് ശത്രുവിനെതിരെ അടരാടുവാൻ പോകുമ്പോൾ ദൈവമക്കൾ ധരിക്കേണ്ട കാര്യങ്ങൾ. 6 കാര്യങ്ങൾ. സത്യം കൊണ്ട് അരമുറുക്കുന്നു, നീതിയുടെ കവചം ധരിക്കുന്നു, സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിയുന്നു, വിശ്വാസത്തിന്റെ പരിചയെടുക്കുന്നു, രക്ഷയുടെ പടത്തൊപ്പി അണിയുന്നു, ദൈവവചനമാകുന്ന വാളെടുക്കുന്നു. അപ്പോസ്തലൻ അവരോട് പറയുന്നു, നിങ്ങൾ യുദ്ധമുഖത്ത് ഇങ്ങനെ മുഖാമുഖം യുദ്ധത്തിനിറങ്ങുമ്പോൾ ഇപ്രകാരമുള്ള സന്നാഹങ്ങളോടെ, മുന്നൊരുക്കങ്ങളോടെ ശത്രുവിനെതിരെ അടരാടുവിൻ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർത്തു നോക്കുവിൻ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിഞ്ഞ്, വിശ്വാസമാകുന്ന പരിചയെടുത്ത്, രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ്, ദൈവവചനമാകുന്ന വാളെടുത്ത് ശത്രുവിനോട് അടരാടുമ്പോൾ നമ്മൾ പൂർണ്ണമായും യുദ്ധമുഖത്ത് സുരക്ഷിതരാണ്. നിങ്ങളൊന്ന് മനസ്സിൽ വിഭാവന ചെയ്യുക. ഇതെല്ലാം നമുക്ക് യുദ്ധത്തിൽ ഉപകരിക്കും. പക്ഷെ ഓർത്തു നോക്കുക, ഈ എല്ലാ സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളുമായി നമ്മൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പകുതി മാത്രമേ സുരക്ഷിതമായിട്ടുള്ളൂ. മുന്നിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ വിശ്വാസമാകുന്ന പരിച കൊണ്ട് പ്രതിരോധിക്കാം, നീതിയുടെ കവചം കൊണ്ട് പ്രതിരോധിക്കാം, ദൈവവചനമാവുന്ന വാളുകൊണ്ട് പ്രത്യാക്രമണം നടത്താം. പക്ഷെ ഇതൊക്കെ മുന്നിൽ നിന്നുള്ള ആക്രമണം വരുമ്പോൾ മാത്രമാണ് സഫലമാവുക, കരണീയമാവുക. പിന്നിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായി, പിന്നിൽ നിന്നൊരു വെട്ടേറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? എത്രമാത്രം യുദ്ധവീരനാണെങ്കിലും, എത്ര കഴിവും മികവുമുള്ളവനാണെങ്കിലും, നീ എത്രമാത്രം മുന്നൊരുക്കത്തോടെയാണ് തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടുവാൻ, അടരാടുവാൻ നീ രംഗത്തേക്ക് വന്നതെങ്കിലും നിന്റെ ജീവിതത്തിന്റെ ഒരു പകുതിയിൽ മാത്രമേ നിനക്ക് നിയന്ത്രണമുള്ളൂ. മറ്റൊരു പകുതി എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാം, മുറിവേൽപ്പപ്പെട്ടേക്കാം. മരണത്തിലേക്ക് തുറന്നിരിക്കുന്ന മറ്റൊരു പകുതിയുണ്ട്. പിന്നിൽ നിന്നുള്ള വെട്ടേറ്റാൽ, പിന്നിൽ നിന്ന് കുത്തേറ്റാൽ കുതറിമാറുവാനോ പ്രതിരോധിക്കുവാനോ പ്രത്യാക്രമണം നടത്തുവാനോ നിസ്സഹായരായ മനുഷ്യരായി നമുക്ക് സാധിക്കില്ല.
എങ്കിൽ പിന്നെ ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ ഈ ദൈവജനത്തെ മരണത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. പൂർണ്ണമായും സുരക്ഷിതരാകാതെ ഒരു പകുതിയിൽ മാത്രം സുരക്ഷിതമുണ്ടായിരിക്കുകയും മറ്റൊരു പകുതി മരണത്തിലേക്ക് തുറന്നിരിക്കുന്ന അപകടത്തിലേക്കാണോ അപ്പോസ്തലൻ ഇവരെ പറഞ്ഞയക്കുക? പ്രിയമുള്ളവരെ, ഒരിക്കലുമല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസ് ലേഖനം 6-ാം അധ്യായത്തിലാണ് ഈ ആത്മീയ സമരത്തെ പറ്റി പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് 4-ാം അധ്യായത്തിൽ അദ്ദേഹം ആദ്യം പഠിപ്പിക്കുന്നത് ക്രൈസ്തവന്റെ ആധ്യാത്മികതയുടെ അടിത്തറ, ക്രൈസ്തവ ജീവിതത്തിന്റെ അനന്യതയായ ഐക്യത്തെക്കുറിച്ചാണ്. അവിടെ അപ്പോസ്തലൻ പറയുന്ന 4-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം, അതിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ഐക്യത്തിന് ആഹ്വാനം. നിങ്ങൾ ഒരുമിച്ചു നിൽക്കുവിൻ. ആദ്യം പഠിപ്പിക്കുന്നത് ഐക്യത്തിന്റെ, പരിശുദ്ധ ത്രിത്വം നൽകുന്ന കൂട്ടായ്മയുടെ ഐക്യത്തിന്റെ പാഠമാണ് അപ്പോസ്തലൻ എഫേസൂസിലെ ജനസമൂഹത്തെ ആദ്യം പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് വിശ്വാസവും നീതിയും ദൈവവചനവും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആദ്യം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഒരുമിച്ചു നിൽക്കുവിൻ. ഒരു അധ്യാപിക തന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഐക്യത്തിന്റെ, ഒരുമയുടെ പാഠം പഠിപ്പിക്കുവാൻ ലളിതമായ ഒരു എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ടീച്ചർ ക്ലാസ്സിലേക്ക് കുറെ ബലൂണുകളുമായി കടന്നു വന്നു. കുട്ടികളോട് ഈ ബലൂൺ പരമാവധി വലിപ്പത്തിൽ വീർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. കുട്ടികളെല്ലാം നല്ല രീതിയിൽ ആ ബലൂൺ വീർപ്പിച്ചു, വലുതാക്കി. എന്നിട്ട് ടീച്ചർ അതിനകത്ത് ഓരോ കുട്ടികളോടും ആ ബലൂണുകളിൽ അവരുടെ പേരെഴുതുവാൻ പറഞ്ഞു. വലിയ ആവേശത്തോടെ, സന്തോഷത്തോടെ കുട്ടികൾ അവരുടെ പേര് ആ ബലൂണുകളിൽ എഴുതി. ആ ബലൂണുകൾ കെട്ടിയതിനു ശേഷം ആ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇടുങ്ങിയ വരാന്തയുണ്ട്. ഏതാണ്ട് 60-70ഓളം കുട്ടികൾ ക്ലാസ്സിലുണ്ട്. 70 കുട്ടികളോടും ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ പേരെഴുതിയ ബലൂണുകൾ ആ വരാന്തയുടെ, ഇടുങ്ങിയ വരാന്തയിലേക്ക് വലിച്ചെറിയുവാൻ പറഞ്ഞു. അങ്ങനെ ബലൂണുകൾ അവിടെ ഒരു കൂട്ടമായി കിടക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ടീച്ചർ വീണ്ടും പറഞ്ഞു, എല്ലാവരും പോയി വേഗത്തിൽ നിങ്ങളുടെ ബലൂണുകൾ, നിങ്ങളുടെ പേരെഴുതിയ നിങ്ങളുടെ ബലൂണുകൾ കണ്ടെത്തി ക്ലാസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടികൾ ആവേശത്തോടെ സ്വന്തം പേരെഴുതി ബലൂണുകൾ എടുക്കുവാൻ വേണ്ടി തിടുക്കത്തിൽ ആ ഇടുങ്ങിയ വരാന്തയിലൂടെ ഓടിച്ചെന്നു. ആ ഓട്ടത്തിനിടയിൽ പലരുടെയും ബലൂണുകൾ ചവിട്ടി പൊട്ടിച്ചു. സ്വന്തം ബലൂണുകൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ തിക്കിനും തിരക്കിനുമിടയിൽ ആർക്കും ആരുടെയും ബലൂണുകൾ കണ്ടെത്താനായില്ല. എല്ലാവരുടെയും ബലൂണുകൾ അവർ തന്നെ ചവിട്ടി പൊട്ടിച്ചു. തിരികെ വന്നപ്പോൾ കുട്ടികൾ തങ്ങളുടെ ബലൂണുകൾ ഇല്ലാതെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചർ ചോദിച്ചു, എന്തേ ആർക്കും ബലൂൺ കിട്ടിയില്ല? ആർക്കുമില്ല. സ്വന്തം ബലൂണുകൾ കണ്ടെത്തുവാൻ വേണ്ടി അവർ തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ, വലിയ ബഹളമുണ്ടാക്കിയപ്പോൾ കൂടെയുള്ളവരുടെ ബലൂണുകൾ അവരാരും ശ്രദ്ധിച്ചില്ല, അത് ചവിട്ടി പൊട്ടിച്ചു. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ആദ്യം എല്ലാ ബലൂണിനും പേരുണ്ടായിരുന്നു. ആ പേരുള്ളവരെ വിളിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും ബലൂണുകൾ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ബലൂണുകൾ സ്വന്തമാക്കാമായിരുന്നു. ലളിതമായൊരു കാര്യം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയായി നമ്മളിങ്ങനെ തിടുക്കത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, കൂടെയുള്ളവരെ മറന്നു പോകുമ്പോൾ, കൂടെയുള്ളവരെ ഒന്ന് കേൾക്കുവാൻ, ഒന്ന് പരിഗണിക്കുവാൻ, അവന്റെ ആവശ്യങ്ങളിൽ, അവന്റെ ആകുലതകളിൽ ഒന്ന് ചെവി കൊടുക്കുവാൻ, ഒന്ന് തോട് കൊടുക്കുവാൻ ആകാതെ വരുമ്പോൾ എല്ലാവരും തങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എത്തിപ്പിടിക്കാനാവാതെ, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ലക്ഷ്യങ്ങൾ സഫലമാക്കാതെ എല്ലാവരും ദുഃഖിതരായി സങ്കടപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ത്രിത്വം നമ്മോട് പറയുന്നു, ഒരുമിച്ച് നിൽക്കുവിൻ. കൂടെയുള്ളവരോട് കരുതലുള്ളവരാകുവിൻ, കരുണയുള്ളവരാകുവിൻ, അനുകമ്പയുള്ളവരാകുവിൻ, ഒരുമിച്ച് നിൽക്കുവിൻ. ഐക്യത്തിന് ആഹ്വാനം നൽകിയ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് ഈ ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുവചനം നമ്മോട് പറയുന്നു, ഒരു കുടുംബം എന്ന രീതിയിൽ, ഒരു ഇടവക എന്ന രീതിയിൽ, ഒരു സംഘടന എന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കാം. എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവന്റെ ആവശ്യങ്ങളും അവന്റെ സ്വപ്നങ്ങളും സഫലമാക്കുവാൻ, അവന്റെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുവാൻ ഞാൻ സഹായിക്കുമ്പോഴാണ് എൻ്റെ സ്വപ്നങ്ങൾ സഫലമാവുക, എൻ്റെ ലക്ഷ്യങ്ങൾ സഫലമാവുക, എൻ്റെ ജീവിതം സംതൃപ്തമാവുക. സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ, സമാധാനത്തിന്റെ താക്കോൽ മറ്റൊന്നുമല്ല, ഒരുമിച്ച് നിൽക്കുക, ഐക്യത്തിൽ മുന്നോട്ട് യാത്രയാവുക. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഒരുമയോടെ വിജയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.